ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടുമായി ട്രംപ് മുമ്പോട്ട് പോകുന്നു. അതിന് ഇന്ത്യയെ ഉപയോഗിക്കും, ഇസ്രായേലിനെ ഉപയോഗിക്കും, ലോകത്ത് ആരെയും ഉപയോഗിക്കും, സൗദി അറേബ്യയെ ചേർത്ത് പിടിക്കും. അങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുത്തി ഈ ഇടത് ഇസ്ലാമിക ലിബറൽ പൊളിറ്റിക്സിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. വെറുതെ പോയി യുദ്ധം നടത്തി അമേരിക്കയുടെ റിസോഴ്സുകൾ, വിഭവങ്ങൾ, പണം നഷ്ടപ്പെടുത്താൻ ട്രംപിന് താല്പര്യമില്ല. എന്നാൽ ട്രംപ് തന്ത്രപരമായ ബന്ധങ്ങളിലൂടെ, നീക്കത്തിലൂടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേര് പൊളിക്കുമെന്ന് തീർച്ചയാണ്. ഹമാസിനെ തീർക്കാൻ ഇസ്രായേലിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ താൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് തടവുകാരെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 4 പട്ടാളക്കാരെ കൂടി മോചിപ്പിച്ചു. അതേസമയം ഗാസയിൽ മാത്രമാണ് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞ് ഇസ്രായേൽ കൃത്യമായി വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടരുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ട്രംപ് അവസരം കാത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും ഹമാസ് നിലപാട് തിരുത്തിയാൽ അപ്പോൾ തന്നെ ആക്രമണം ഉണ്ടാവാം. ഹമാസിനെ തീർത്തിട്ട് മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പറയുന്നെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നയാളാണ് ട്രംപ്. ഭീകരവാദത്തെ തുടച്ചു നീക്കണമെന്ന നിലപാടിൽ ട്രംപ് മുമ്പോട്ട് പോകുമ്പോൾ ലോകമേറെ പ്രതീക്ഷയോടെയാണ് ട്രംപിന്റെ വരാൻ പോകുന്ന 4 വർഷത്തെ നോക്കിക്കാണുന്നത്.